Hello, my dears. Shall we discuss the questions? Okay, first we have a passage. Read the given story and answer the questions from 1 to 5. The passage വായിച്ചിട്ട് questions answer ചെയ്യുക. Lena was a shy little girl. Shy എന്ന് പറഞ്ഞാൽ നാണം കുണിങ്ങത് അല്ലേ? She had a pet cat, Snowbell. Cat's name is Snowbell. One day, while playing in the garden, Lena fell down. She started crying. Snowbell sat near her and licked her hand softly. As Lena stroked Snowbell's silky body, she felt her sadness reduced. Lena and Snowbell watched the sunset and went home happily. So this is the passage. ഇനി നമുക്ക് questions നോക്കാം. Question number 1. Why did Lena start crying? എന്തിനാ cry ചെയ്തത്? Yes, she started crying. Lena fell down. So ഏതാ ഒരു ഓപ്ഷൻ വരുന്നത്? യെസ്, ഓപ്ഷൻ നമ്പർ സി, ഫെൽ ഡൗൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് സ്നോബെൽ മേക്ക് ലീന ഹാപ്പി? ഹി ലിക്ഡ് ഹെർ ഹാൻഡ്. യെസ്, ഓപ്ഷൻ നമ്പർ എ ഈസ് ദ കറക്റ്റ് വൺ. ഹി ലിക്ഡ് ഹെർ ഹാൻഡ്. നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് ഗേൾ വാസ് ലീന? എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് തന്നെ വായിച്ചിരുന്നു അല്ലേ? ലീന വാസ് എ ഷൈ ലിറ്റിൽ ഗേൾ. സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്നോബെൽസ് ബോഡി വാസ്, എങ്ങനെയായിരുന്നു സ്നോബെലിൻ്റെ ബോഡി? യെസ്, സ്നോബെൽസ് ബോഡി സിൽക്കി ബോഡി അല്ലേ? അതിൻ്റെ ആൻസർ ഇവിടെ എവിടെയുള്ളത്? യെസ്, സോഫ്റ്റ്. യെസ്, വൈറ്റ് ഹാർഡ് അതൊന്നല്ല, സോഫ്റ്റ്. സിൽക്കി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിൽക്ക് എങ്ങനെയുള്ള വസ്തുവാണ്, സോഫ്റ്റ് ആണോ ഹാർഡാണോ? സോഫ്റ്റ്. സോ ഓപ്ഷൻ നമ്പർ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് ലീന ഗോ ബാക്ക് ഹോം ഹാപ്പിലി? എപ്പോഴാണ് ലീന തിരിച്ചു പോയത്? വാച്ച്ഡ് ദ സൺസെറ്റ്. അപ്പോൾ സൺസെറ്റ്, സൂര്യൻ അസ്തമിക്കുക എപ്പോഴാണ്? ഇൻ ദ ഈവനിങ്. ഓപ്ഷൻ നമ്പർ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, റീഡ് ദ ഗിവൻ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 6 to 10. നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഒരു പാസേജും കൂടെ. കാർസ് ആർ ഫൺ. They take us to school, to the park, or to grandma's house, or anywhere we want. They are in different colors like red, blue, and yellow. We need to wear a seat belt when we ride in a car. It keeps us safe. Cars also have headlights to help us see the road at night. I love traveling in a car with my family. So question number 6. What is the use of headlights? എന്തിനാ headlights? Cars also have headlights to help us see the road at night. Yes, option number A, help us to see the road at night. Next, where do cars takes us? The house or anywhere we want. അപ്പോൾ only to school, only to park, only to grandma's house. ഏതാ കറക്റ്റ്? many places. എവിടെ വേണമെങ്കിലും നമുക്ക് കാറിൽ പോകാം. ഓപ്ഷൻ നമ്പർ ഡി. നെക്സ്റ്റ്, വൈ ഡു വി വെയർ എ സീറ്റ് ബെൽറ്റ് ഇൻ എ കാർ? എന്തിനാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത്? ഓക്കെ, വി നീഡ് ടു വെയർ എ സീറ്റ് ബെൽറ്റ് വെൻ വി റൈഡ് എ കാർ. ഇറ്റ് കീപ്സ് എ സേഫ്. സോ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ടു സ്റ്റേ സേഫ്. ഓക്കെ, ഓപ്ഷൻ നമ്പർ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഹൗ മെനി കളേഴ്സ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്? എത്ര കളേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്? Their colors like red, blue, yellow, 3 colors. So option number B is the right answer, 3. Next, which of the following statements is true? ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്? All cars have same color. ആണോ? എല്ലാ കാറിനും ഒരേ കളറല്ല. Cars have wheels only. No. All cars are of same size. No. Cars have different colors and sizes. Yes, എല്ലാ കാറും ഒരുപോലെയല്ല, ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് ഷേപ്സുള്ള കാർസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഫിൽ ദ മിസ്സിംഗ് പാർട്ട്. 4, 8, 12. എന്തായത്? 4ൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്. 8, 12 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരേണ്ടത് 16 അല്ലേ? ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ യുവർ വെയ്റ്റ്? ഇതിൽ നിങ്ങൾ വെയ്റ്റ് നോക്കാൻ ഉപയോഗിക്കുന്നത് ഏതാ? ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് സ്കെയില് നിങ്ങൾ അളക്കാൻ, ഇത് നമ്മൾ പാലും വെള്ളമൊക്കെ അളക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ, അപ്പോൾ വലിയ സാധനങ്ങളുടെയൊക്കെ തൂക്കം നോക്കാൻ വെയിങ് മെഷീൻ. നെക്സ്റ്റ്,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലോക്ക് ഷോസ് ടൈം 9 AM? 9 ഇത് 3, ഇത് 5:45, 12:45, ഇത് 9. സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ഗിവൺ. ഈ പിക്ചേഴ്സ് നോക്കിയേ. ദ നമ്പർ ഓഫ് കളർലെസ് ഫ്ലവേഴ്സ് ആർ. ഇതിൽ കളർലെസ് ഫ്ലവേഴ്സ് എത്ര ഉണ്ട്? അത് എന്താ പറയുന്നത്? ഈസ് ഡാഷ് ദാൻ നമ്പർ ഓഫ് കളേർഡ് ഫ്ലവേഴ്സ്. കളേർഡ് ഫ്ലവേഴ്സിനേക്കാൾ കുറവാണോ കൂടുതലാണോ ആണെങ്കിൽ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം കളേർഡും കളർലെസ്സും കണ്ടുപിടിക്കണം. അപ്പോൾ കളേർഡ് ഫ്ലവേഴ്സ് 1, 2, 3, 4. ഇനി കളർലെസ്സോ 1, 2, 3. അങ്ങനെ നോക്കുമ്പോൾ കളേർഡ് ഫ്ലവേഴ്സ്, അതായത് നമ്പർ ഓഫ് കളർലെസ് ഫ്ലവേഴ്സ് കളേർഡ് ഫ്ലവേഴ്സിനേക്കാൾ 1 കുറവ്. അപ്പോൾ 1 ലെസ്, 1 കുറവ്. ഓക്കെ. നെക്സ്റ്റ്, രാമു കെയിം ടു മിൽക്ക് സൊസൈറ്റി ടു ഗിവ് മിൽക്ക്. രാമു മിൽക്ക് കൊടുക്കാൻ വേണ്ടി മിൽക്ക് സൊസൈറ്റിയിൽ പോയി. മിൽക്ക് വാസ് മെഷേർഡ് വൺസ് യൂസിങ് a 5 liter container and 2 times using 1 liter container. What is the quantity of the milk given by Ramu? അപ്പോൾ രാമൻ പാല് കൊടുത്തു. അപ്പോൾ പാൽ എങ്ങനെയാണ് അളന്നത്? ഒരു പ്രാവശ്യം 5 ലിറ്റർ കൊണ്ടും 2 പ്രാവശ്യം 1 ലിറ്റർ കൊണ്ടും അളന്നു. അപ്പോൾ 5ഉം 2ഉം എത്രയാണ്? 7 ലിറ്റേഴ്സ്. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ മാപ്പ് ഗിവൺ ബിലോ. ക്യാൻ യു ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ സ്കൂൾ? സ്കൂൾ ഇതിൽ എവിടെയാണ് ഉള്ളത്? നമുക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻസ് വായിച്ചു നോക്ക്. സൗത്ത് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് വെസ്റ്റ് ഓഫ് ദ പഞ്ചായത്ത് ഓഫീസ്. പോസ്റ്റ് ഓഫീസിൻ്റെ സൗത്തും പഞ്ചായത്ത് ഓഫീസിൻ്റെ വെസ്റ്റ് അല്ല. പഞ്ചായത്ത് ഓഫീസിൻ്റെ എവിടെയുള്ളത്? ഈസ്റ്റിലുള്ളത്. സോ ഓപ്ഷൻ നമ്പർ എ റോങ് ആണ്. നെക്സ്റ്റ്, ഈസ്റ്റ് ഓഫ് ദ പോണ്ടിൻ്റെ ഈസ്റ്റ് സൈഡ് ഇപ്പറാണ്. അപ്പോൾ ഇതല്ല, തെറ്റ്. നെക്സ്റ്റ്, സൗത്ത് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് വെസ്റ്റ് ഓഫ് ദ പോണ്ട്. സൗത്ത് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് വെസ്റ്റ് ഓഫ് ദ പോണ്ട്. യെസ്, പോണ്ടിൻ്റെ വെസ്റ്റ് സൈഡിൽ, പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ സൗത്ത് സൈഡിൽ. സോ ഓപ്ഷൻ നമ്പർ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, റൈറ്റ് ദ ലാർജസ്റ്റ് 2-digit നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് 2-digit നമ്പർ യൂസിങ് ദ നമ്പർ കാർഡ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന നമ്പർ കാർഡ്സ് ഉപയോഗിച്ചിട്ട് സ്മോളസ്റ്റും ലാർജസ്റ്റും നമ്പർ ഉണ്ടാക്കണം. ലാർജസ്റ്റ് ഏതാണ്? 6 ആണ് ബിഗ്ഗസ്റ്റ് നമ്പർ. അപ്പോൾ 6ഉം പിന്നെ വരുന്ന ലാർജസ്റ്റ് ഏതാ? 4, 64. പിന്നെ സ്മോളസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം എഴുതണം, 1, പിന്നെ 2. 64, 12 വരുന്നത് ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ ബ്ലോക്സ് ഗിവൺ ബിലോ. വിച്ച് ഓഫ് ദം ഈസ് അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ. ഇതിൽ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തത് ഏതാണ്? അപ്പോൾ എല്ലാത്തിൻ്റെ അടിഭാഗം നോക്കുക, എല്ലാം 22 തന്നെ. പിന്നെ 33, 50. അപ്പോൾ ഇതിൽ 33ലും 55 ഇതൊക്കെ വരുമ്പം 33 ആണ് ചെറുത്. ഇത് രണ്ടും നോക്കാം. നെക്സ്റ്റ് 6, 55. സോ ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും കറക്റ്റ് ആൻസർ അല്ലേ? ഇതാണ് കറക്റ്റ് ഇൻക്രീസിങ് ഓർഡറിൽ ഉള്ളത്. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ ലെങ്ത് ഓഫ് ദ പെൻസിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട്സ് ഗിവൺ ബിലോ ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ പെൻസിൽ. പെൻസിലിൻ്റെ ലെങ്ത് ആദ്യം നമ്മൾ നോക്കുക, എത്രയുള്ളത്? ഇവിടെ നമ്മൾ 0 ആയിട്ട് കണക്കാക്കുക ഇവിടെ. അപ്പോൾ എത്ര വരും? 1, 2, 3, 4, 5, 6 ആണ് വരുന്നത്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഏതിനൊക്കെ വരുന്നുണ്ട്? ഇത് മാർക്കർ അല്ല. പിന്നെ പെന്ന് വരുന്നത് എവിടെയാണ്? ഇത് 0 ആണെങ്കിൽ ഇത് 7. അപ്പോൾ പെന്നല്ല, ഇറേസറല്ല, ഷാർപ്നറല്ല, പിന്നെ സ്കെച്ച്. നമ്മളിവിടെ 0 എടുത്ത് ഇവിടെ 8 നോക്കുമ്പോൾ 6. അപ്പോൾ 6 കിട്ടി. സ്കെച്ച് ഓക്കെയാണ്. പിന്നെ ക്രയോൺ നോക്ക്, ഇവിടെ നമ്മൾ 0 എടുത്തു, ഇവിടെ അപ്പോൾ എത്ര വരും? 6 അല്ലേ? അപ്പോൾ ക്രയോണും. അപ്പോൾ ആൻസർ ഏതാ വരിക? സ്കെച്ച് പെന്ന്, ക്രയോണ്. ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ ഗിവൺ പാറ്റേൺ. വാട്ട് വിൽ കം നെക്സ്റ്റ്? സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾ, സ്റ്റാർ. സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾ, സ്റ്റാർ. സ്ക്വയർ, ട്രയാങ്കിൾ. ഓപ്ഷൻ നമ്പർ ഡി. നെക്സ്റ്റ്, Renu went to the shop and bought 2 kilograms of carrot, 1 kilograms of cucumber and 1 kilogram of banana. ഇതിൻ്റെയൊക്കെ പൈസ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയ സാധനം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 2 kilograms ഓഫ് ക്യാരറ്റ് എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാമിന് 20 rupees. അപ്പോൾ 2 kilogram 40. പിന്നെന്താ പറഞ്ഞത്? 1 kilogram ഓഫ് ക്യുക്യുംബർ, അതിന് എത്ര റുപ്പീസ്? 16. അപ്പോൾ 40 + 16. നെക്സ്റ്റ് ബനാനയുടേത് 1 kilogram ഓഫ് ബനാന
25 rupees. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 6, 5, 11, 1 ഇവിടെ എഴുതി, 1 റിമൈനിങ്, 1 + 4, 5 + 1, 6 + 2, 8, 81 ആണ് കിട്ടത്. പക്ഷെ ക്വസ്റ്റ്യൻ അവിടെ തീർന്നില്ല കേട്ടോ. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് ഷീ പേയ്സ് 100, ഹൗ മച്ച് മണി വിൽ ഷീ ഗെറ്റ് ബാക്ക്? 100 രൂപ കൊടുത്താൽ ബാക്കി എത്ര അവർക്ക് കിട്ടും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 100 നമ്മൾ എന്ത് ചെയ്യണം? 81 കുറക്കണം. 0 1 കുറക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കടം എടുക്കുന്നു. ഇവിടെ 9 ആവും, ഇത് 10 ആവും. 10 1 കുറച്ചാൽ 9, 9 8 കുറച്ചാൽ 1. സോ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ സി, 19. 19 രൂപ അവർക്ക് ബാക്കി കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോനു ഹാസ് എ പാക്കറ്റ് ഓഫ് 18 സ്വീറ്റ്സ് and another packet of 24 sweets. He gives 1 sweet each to his friends. Then how many sweets will there be with him to be given to all his friends? അപ്പോൾ 2 പാക്കറ്റ് സ്വീറ്റ്സ് ഉണ്ട്. ഒന്നിൽ 18, ഒന്നിൽ 24. അപ്പോൾ ആകെ എത്ര ഫ്രണ്ട്സിന് അവന് കൊടുക്കാൻ പറ്റും? 24 + 18 ആഡ് ചെയ്യുക. 4 + 8 12. Then 1 remaining, 1 + 2, 3 + 1 4, 42. So option number B is the right answer. Next question. Look at the picture. Here picture നോക്കിയാൽ, if all notes and coins are taken, then how much is the total amount? മൊത്തം എടുത്ത് എത്ര പൈസയാവും? 50 + 20, 70 + 10, 80 + 5, 85 + 2, 87 + 1, 88. Option number D is the correct answer. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 7 in 76? ഇതിൽ 76ൽ 7ൻ്റെ വാല്യൂ എന്താ? 70. ഓപ്ഷൻ നമ്പർ ഡി. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു 12 divided by 4? ഇതിൽ കറക്റ്റ് എന്താണ്? 4 ഈസ് ആഡഡ് ടു 12 എന്നാണോ? അല്ല. 4 സബ്ട്രാക്റ്റഡ് ഫ്രം 12 എന്നാണോ? നോ. 12 ഈസ് ആഡഡ് 4 times എന്നാണോ? 12 4 പ്രാവശ്യം കൂട്ടി എന്നാണോ? നോ. 12 is divided into 4 groups. 12നെ 4 ഗ്രൂപ്പാക്കി മാറ്റി. യെസ്, ഓപ്ഷൻ നമ്പർ ഡി is the right answer. Next, the following are the list of domestic animals prepared by 4 students of a class. Find the correct option. Option number A, Geetu. Cow, rabbit, tiger, deer. ഇതെല്ലാം ഡൊമസ്റ്റിക് ആനിമൽസ് ആണോ? അല്ല, ടൈഗർ ഒരു വൈൽഡ് ആനിമൽ ആണ്. അപ്പോൾ അത് തെറ്റ്. സലീം, ഡീർ, പീക്കോക്ക്, എലിഫൻ്റ്, ക്യാറ്റ്. ഇതിൽ ഡീറും പീക്കോക്കും, മുകളിലത്തേലും ഡീർ ഉണ്ടായിരുന്നു. അതൊന്നും എന്തല്ല? ഡൊമസ്റ്റിക് ആനിമൽ അല്ല. ജോസ്, ഡോഗ്, ക്യാറ്റ്, കൗ, ഗോട്ട്. യെസ്, ഇതെല്ലാം എന്താണ്? ഡൊമസ്റ്റിക് ആനിമൽ ആണ്. സോ നമ്പർ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഓപ്ഷൻ നമ്പർ ഡിയിൽ ഇതൊക്കെ ഉണ്ടോ? ബെയർ, ഡീർ എല്ലാം എന്താണ്? അതെല്ലാം വൈൽഡ് ആനിമൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ്മോസ്ഫിയർ അറൗണ്ട് മീനൂസ് ഹൗസ് സഡൻലി ചേഞ്ച്ഡ്. എന്താ സംഭവിച്ചത്? ഇറ്റ് സീംഡ് ലൈക്ക് ഈവനിങ്. വൈകുന്നേരം പോലെ തോന്നുന്നു. മദർ സെഡ് ദാറ്റ് സ്കൈ ഈസ് ഫുൾ ഓഫ് ക്ലൗഡ്സ്. വിച്ച് തിങ് ഈസ് നോട്ട് അബൌട്ട് ടു ഹാപ്പൺ നെക്സ്റ്റ്? പെട്ടെന്ന് കാലാവസ്ഥ മാറി, ആകാശം ഇരുണ്ടു, വൈകുന്നേരം പോലെ ഇരുട്ട് വന്നു. അപ്പോൾ എന്ത് സംഭവിക്കാൻ സാധ്യതയില്ല? റെയിൻ, എന്തായാലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതല്ല. ലൈറ്റ്നിങ്, മഴയുടെ കൂടെ ചിലപ്പോൾ മിന്നലുണ്ടാവാം. തണ്ടർ, ഇടി ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സൺലൈറ്റ്, പെട്ടെന്നൊരു വെയിൽ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, സൺലൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ഇതൊന്ന് കറക്റ്റ് പെയർ കണ്ടുപിടിക്കുക. ന്യൂസ് പേപ്പർ ആരാ തരുക? ന്യൂസ് പേപ്പർ ബോയ് ആണ്. അപ്പോൾ ഇത് ഹെഡ് മാസ്റ്റർ അല്ല, റോങ്. ലെറ്റർ ഡ്രൈവർ ആണോ? നോ. ലെറ്റർ പോസ്റ്റ്മാൻ ആണ്. പേഷ്യൻ്റ്, ഡോക്ടർ. യെസ്, ഇറ്റ് ഈസ് ടു ബി കണക്റ്റഡ്. സോ ഇറ്റ് ഈസ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, മെഡിസിൻ പേഷ്യൻ്റ്. മെഡിസിൻ പേഷ്യൻ്റ്. ഇവിടെ പേഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു ജോലിയാണോ? അല്ല. മറ്റെല്ലാം ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊരു ജോലിയല്ല. എനിവേ, പേഷ്യൻ്റ് ആൻഡ് ഡോക്ടർ ഈസ് ദ കറക്റ്റ് ആൻസർ. Next question. You look at this picture. Now, in this picture, tree is seen in the north direction. Then what is seen in the south direction? Tree ഇതിൽ നോർത്തിലാണ് ഉള്ളതെങ്കിൽ സൗത്തിൽ എന്താ ഉള്ളത്? ഏറ്റവും താഴെ എന്താ ഉള്ളത്? യെസ്, ബസ്. സോ ഓപ്ഷൻ നമ്പർ സി ഈസ് കറക്റ്റ് ആൻസർ, ബസ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ മൂവിങ് സ്റ്റൈൽ ഓഫ് ആനിമൽസ് ദാറ്റ് ക്യാൻ ഫോൾഡ് their legs backward. കാല് പിന്നോട്ടേക്ക് വലിക്കുന്ന മൃഗങ്ങൾ എങ്ങനെയാണ് സഞ്ചാര രീതി? ക്രോളിംഗ്, എഴയുന്നവർക്ക് കാല് പിന്നോട്ട് വലിക്കേണ്ട ആവശ്യമുണ്ടോ? വാക്കിംഗ്. യെസ്. ഫ്ലൈയിങ് ഉള്ളവരും അല്ല, സ്വിമ്മിങ്ങും അല്ല. സോ ഓപ്ഷൻ നമ്പർ ബി ഈസ് കറക്റ്റ് ആൻസർ, വാക്കിംഗ്. നെക്സ്റ്റ്,
Ramu is heavier than Shyam. Identify the device which is used to find the weights of Ramu and Shyam. എങ്ങനെയാണ് നമ്മൾ വെയിറ്റ് നോക്കുക? ഏത് മെഷീൻ യൂസ് ചെയ്തിട്ടാണ്? വെയിങ് മെഷീൻ അല്ലേ? മെഷറിംഗ് വെസലോ കമ്പ്യൂട്ടറോ സ്കെയിലോ ഒന്നുമല്ല. സോ ഓപ്ഷൻ നമ്പർ എ ഇസ് ദ കറക്റ്റ് ആൻസർ, വെയിങ് മെഷീൻ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ ഫുഡ് ഐറ്റം വിച്ച് ഡോണ്ട് ഹാവ് ആർട്ടിഫിഷ്യൽ കളർ ആൻഡ് ഫ്രാഗ്രൻസ്. ഇതിൽ ഏത് ഫുഡിനാണ് കൃത്രിമമായിട്ട് നിറവോ അല്ലെങ്കിൽ മണമോ ചേർക്കാത്ത? ജിലേബിക്ക് നമുക്കറിയാം കളർ ചേർക്കും, ലഡുവിന് കളർ ചേർക്കും. ഇലയടക്ക് കളർ ചേർക്കലുണ്ടോ? ഇല്ല. ഹൽവക്കും കളർ ചേർക്കാറുണ്ട്. സോ ഓപ്ഷൻ നമ്പർ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ഓഡ് വൺ ഏതാ? കോക്കനട്ട് ട്രീ, അരിക്കനട്ട് ട്രീ, ഡേറ്റ് പാം, ജാക്ക് ഫ്രൂട്ട് ട്രീ. ഇതെല്ലാം എന്താണ്? പാം ട്രീസിൽ പെട്ടുന്നതാണ്. ജാക്ക് ഫ്രൂട്ട് ട്രീ അങ്ങനത്തെ അല്ല. സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. എന്താണ്? ഒറ്റത്തടി വൃക്ഷമാണ് അല്ലേ? അടക്കയും കവുങ്ങും തെങ്ങും ഈന്തപ്പനയൊക്കെ ഒറ്റത്തടി വൃക്ഷങ്ങളാണ്. പക്ഷെ പ്ലാവ് അങ്ങനെയല്ല, ശാഖകൾ ഉണ്ടാവും അല്ലേ? വിച്ച് വൺ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ഹെൽത്തി ഹാബിറ്റ്. ഇതിലൊന്ന് ഹെൽത്തി ഹാബിറ്റ് അല്ല. ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് ഹെൽത്തി ഹാബിറ്റ് അല്ലേ? അതെ. ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് ഹെൽത്തി ഹാബിറ്റ് അല്ല? അതെ. ഈറ്റിംഗ് ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഹെൽത്തി ഹാബിറ്റ് ആണോ? നോ. So it is not considered as a healthy habit. Next, find out the odd one from the following. ഇതിൽ ഓഡ് വൺ ഏതാ? സർക്കിൾ ആണ്. കാരണം മറ്റുള്ള ഫിഗേഴ്സിനൊക്കെ എന്തുണ്ട്? സൈഡ്സ്, കോർണേഴ്സ് ഉണ്ട്. ഇതിനെന്തില്ല? കോർണർ അഥവാ മൂലയൊന്നും ഇല്ല. നെക്സ്റ്റ്, വിച്ച് ടൂൾ ഈസ് റിലേറ്റഡ് ടു ഗാർഡനിങ്. ഇതിൽ ഗാർഡനിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾ ഏതാ? പ്ലോ. ഇത് നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. സ്പെയ്ഡ്, കൈക്കോട്ട്. ഇതെന്താ? ടോങ്സ്, ചവണ. മിക്സി നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതാ നമ്മൾ ഗാർഡനിങ് മണത്തിന് ഉപയോഗിക്കുന്നത്? ഏതാ? സ്പെയ്ഡ് അല്ലേ? ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് കളേഴ്സ് ആർ മിക്സ്ഡ് ടു ഗെറ്റ് യെല്ലോ കളർ. ഇതിൽ യെല്ലോ കളർ കിട്ടാൻ മിക്സ് ചെയ്യുന്നത് ഏതൊക്കെ കളേഴ്സാണ്? നമുക്ക് നോക്കാം. ഒരു പിക്ചർ. റെഡും ഗ്രീനും മിക്സ് ചെയ്താൽ യെല്ലോ, റെഡും ബ്ലൂവും മിക്സ് ചെയ്താൽ മജന്ത, ഗ്രീനും ബ്ലൂവും മിക്സ് ചെയ്താൽ സിയാൻ, പിന്നെ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്താൽ നമുക്ക് വൈറ്റ്. ഇനി ഒന്നും ഇല്ലെങ്കിലോ ബ്ലാക്ക്. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ഗ്രീൻ ആൻഡ് റെഡ്. ഓപ്ഷൻ നമ്പർ ഡി. നെക്സ്റ്റ്, വിച്ച് വൺ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ഓർഡർ. ഇതൊരു കൃത്യമായ ഭക്ഷണ ചക്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയല്ല. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൃത്യമായൊരു ഭക്ഷണമാണ്. സപ്പർ രാത്രി കഴിക്കുന്നത് അതുതന്നെയാണ് ഡിന്നറും. ഈറ്റിംഗ് സ്നാക്സ് ഫ്രീക്വൻ്റ്ലി, അതൊരു നല്ല ഡയറ്റിൽ പെട്ടതാണോ? അല്ല. ഈറ്റിംഗ് സ്നാക്സ് ഫ്രീക്വൻ്റ്ലി ഈസ് നോട്ട് ഇൻ എ ഗുഡ് ഡയറ്റ് ഓർഡർ. നെക്സ്റ്റ്, വിച്ച് വൺ ഹാസ് ലൈറ്റ് കളർ. ഇതിലേതാ ഏറ്റവും ലൈറ്റ് കളർ ഉള്ളത്? ഇതൊക്കെ ഇത് ഡാർക്കാണ്, ഇത് ഡാർക്കാണ്, ഇത് ഡാർക്കാണ്. ഏറ്റവും ലൈറ്റ് ഏതാ? ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ്, വിച്ച് യൂട്ടൻസിൽ ഈസ് യൂസ്ഡ് ഇൻ കിച്ചൺ ടു പിക്ക് എ ഹോട്ട് വെസൽ. ഒരു ചൂട് പാത്രം എടുക്കാൻ ഏത് ഉപകരണം ഉപയോഗിക്കുക? സിസേഴ്സ്, കത്രിക, ടോങ്സ്, ചവണകൾ, സ്പൂണ്, ഹാമർ, ചുറ്റിക. അപ്പോൾ ഏതാ നമ്മൾ യൂസ് ചെയ്യുക? യെസ്, ഇതാണ്. എന്താ ഇതിൻ്റെ പേര്? ടോങ്സ്. സോ ഇതേതാണ്? ഓപ്ഷൻ നമ്പർ ബി, ടോങ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ നമ്മൾ നാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനൊക്കെ ലിങ്ക് കൊടുക്കാം, കയറി കാണുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.